അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് കുറേയേറെ മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പം മീൻ കൊണ്ടുള്ള കുറേ വിഭവങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഉച്ചയൂണിന് തയ്യാറാക്കിയ പല കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്രിസ്മസ് വെക്കേഷന് നാട്ടിലെത്തിയപ്പോൾ എൻ്റെ മോളുടെ വീട്ടിലുള്ളൊരു വീഡിയോ ആണിത്. ഞാനും എൻ്റെ ഉമ്മായും എൻ്റെ മോളും ഒക്കെ കൂടിയുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇന്ന് നമുക്ക് കുറേയേറെ മീൻ കിട്ടിയിട്ടുണ്ട്. മീൻ കൊണ്ടുള്ള വിഭവങ്ങളാണ്. അപ്പം വാള കിട്ടിയിട്ടുണ്ട്, പിന്നെ തേട് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കൊല്ലം സ്റ്റൈലിലാണ് ഞാൻ പറയുന്നത്. പിന്നെ വാളയ്ക്ക് എന്താ പറയുന്നത്, വേറെ നാട്ടിൽ പറയുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല. തേടിന് ഏട്ടയെന്ന് പറയും. പിന്നെ കൂടുതലായിട്ട് വാങ്ങിച്ചിരിക്കുന്നത് കാളാഞ്ചിയാണ്. കാളാഞ്ചിയുടെ തല, കാളാഞ്ചിയുടെ മീൻ, അതിൻ്റെ തലയാണ് ദണ്ട് ഈ കാണിക്കുന്നത്. അതിൻ്റെ കൂടെ ഏട്ടയുടെ തലയും എല്ലാം കൂടി ഇട്ടാണ് തലക്കറി വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഷാപ്പ് സ്റ്റൈലിലാണ് തലക്കറിയൊക്കെ വെക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിനായി കുറേ ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളിയൊക്കെ ആദ്യം തന്നെ നേരെയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഓരോ കറികളങ്ങ് വെക്കാമല്ലോ. പിന്നെ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കടുകും ഉലുവയും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റല്ല ചതച്ചത് ഇട്ട് കൊടുക്കാം. ചതച്ചത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഉള്ളി റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉള്ളി തട്ടിക്കൊടുക്കാം. അപ്പോൾ ഉള്ളി നമ്മൾ ഒന്ന് ചതച്ചെടുത്താണ് ഇടുന്നത്, അല്ലെങ്കിൽ അരിഞ്ഞിട്ടാലും മതി. അപ്പോൾ ചെറുള്ളിയാണ് നമ്മൾ ഈ കറിക്ക് ചേർക്കുന്നത്. പിന്നെ അതിന് ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെയാണ് ചേർക്കുന്നത്. മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. കാരണം നമ്മൾ ഇതിനകത്ത് കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ എരിവ് ഒരുപാട് കൂടാതിരിക്കാനാണ്. അപ്പോൾ നമുക്ക് ഈ കപ്പയൊക്കെ കഴിയുമ്പോൾ ഒരുപാട് എരിവാണെങ്കിൽ നമുക്ക് മീൻകറി കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഈ ഷാപ്പിലൊക്കെ നമ്മൾ കറി വെക്കുമ്പം ഈ കുരുമുളകാണ് കൂടുതൽ ചേർക്കുന്നതെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മളങ്ങനെ കുരുമുളക് പൊടിയാണ് കൂടുതൽ ചേർക്കുന്നത്. അതിനുശേഷം തക്കാളിപ്പഴം, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടെ ഇട്ട് ആ മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ ചേർക്കാൻ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നമുക്ക് അതും ഒന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ നന്നായിട്ട് മൂപ്പിച്ചൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കും. വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് കുഴമ്പ് രൂപത്തിലാക്കി അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് പുളിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ബാക്കി വെള്ളവും ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ദാണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കുമ്പോൾ ഒരു കുഴഞ്ഞ രൂപത്തിലായിരിക്കും നമുക്ക് ഇത് കിട്ടുന്നത്. അപ്പോഴത്തേന് നമ്മൾ ഈ പൊടികളൊക്കെ അരച്ചെടുത്തതുപോലുള്ള ആ ഒരു കുറുകൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ആദ്യം ചേർത്ത് ഇതൊന്ന് കുറുക്കിയെടുക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തോട്ട് ഉപ്പും പുളിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് കൊടുത്ത്, അപ്പോൾ അതൊക്കെ എല്ലാം ഒന്ന് ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് ആ ഒരു തിളയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേന് ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കാം. അങ്ങനെ ബാക്കി വെള്ളവും കൂടെ ഒക്കെ ചേർത്ത് ഇപ്പോഴാണ് ബാക്കി വെള്ളം ചേർത്തത്. അതും ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീനൊക്കെ പറക്കിയിടാം. അപ്പോൾ ഇത് ഞാൻ ആദ്യം തയ്യാറാക്കുന്നത് തലക്കറിയാണ്. അപ്പോൾ തല നമ്മൾ ഏട്ടയുടെ തലയും കാളാഞ്ചിയുടെ തലയും കൂടാണ് ഇതിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ മീനൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി കഴുകി എടുത്തതിന് ശേഷം നമുക്ക് ഈ കറി തിളച്ച് വരുമ്പോഴത്തേക്ക് തല ഇട്ട് കൊടുക്കാം. അങ്ങനെ ആദ്യം തന്നെ തലക്കറിയാണ് നമ്മൾ റെഡിയാക്കിയെടുത്തത്. അത് ഷാപ്പ് രീതിയിലാണ് നമ്മൾ തലക്കറി റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പം ഈ രീതിയിൽ അറിയാൻ വയ്യാത്തവർക്ക് ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് ഒരല്പം നമ്മുടെ കുരുമുളക് പൊടിയും ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഈ വീഡിയോയിലില്ല, ഞാനിതെല്ലാം അങ്ങ് പറഞ്ഞു പോവുകയാണ്. കാരണം എല്ലാം കൂടെ ഒരുമിച്ച് കാണിക്കുന്നതുകൊണ്ട് കുറച്ച് കാര്യങ്ങളെ ഇതിൽ കാണിക്കുന്നുണ്ട്, ബാക്കിയെല്ലാം ഞാൻ അങ്ങ് പറഞ്ഞു പോവുകയാണ്. പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് തേങ്ങ അരച്ചുള്ള കറിയാണ്. അതിനായി മാങ്ങയും കറിവേപ്പിലയും പച്ചമുളകും തക്കാളിപ്പഴവും എല്ലാം നമ്മൾ ഇതിൽ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം തേങ്ങ അരച്ചെടുത്ത തേങ്ങയും മുളകും മഞ്ഞൾപ്പൊടിയും കൂടെ മാത്രമാണ് അരച്ചെടുത്തിരിക്കുന്നത്. നമ്മളിതിൽ മല്ലിപ്പൊടി ചേർക്കത്തില്ല. മല്ലിപ്പൊടി ചേർക്കാതാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. തേങ്ങയും
മഞ്ഞളും മുളകും മാത്രമാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അതും കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ചട്ടി നിറച്ചുകൊണ്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ടി വരും. അങ്ങനെ മാറ്റിയായിരുന്നു. അപ്പോൾ അതാണ് ഈ കാണിക്കുന്നത്. ഇതിനകത്തോട്ട് നമ്മൾ വാളയാണ് ഈ തേങ്ങാക്കറിക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. വാളയിട്ടുള്ള തേങ്ങ അരച്ച മീൻകറിയാണ്. അപ്പം നമ്മുടെ തലക്കറിയൊക്കെ റെഡിയായി വരുന്നുണ്ട്. പിന്നെ ആ ഒരു കറിയും കൂടെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വേറൊരു കറി തയ്യാറാക്കുന്നുണ്ട്. അത് എങ്ങനെയെന്ന് വെച്ചാൽ പണ്ടൊക്കെ അമ്മമാർ ചെയ്യുന്ന രീതിയിലാണ് ആ കറി തയ്യാറാക്കുന്നത്. അതുകൂടെ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് കുറച്ച് മീൻ വറുക്കാൻ അരപ്പ് പുരട്ടി വെക്കാം. അപ്പോൾ ആ അരപ്പ് പുരട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കറികളെല്ലാം റെഡി ആകുമ്പോഴത്തേനും മീനിനകത്ത് ഉപ്പും എരിയും ഒക്കെ പിടിച്ചിട്ട് നമുക്കിത് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് ഒരു വലിയ പാത്രത്തിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് മസാലപ്പൊടി, പിന്നെ ഇത് നമ്മൾ കുഴച്ചെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ്, അല്ലാതെ വെള്ളം ചേർക്കുന്നില്ല. നമ്മൾ ഇത് വെളിച്ചെണ്ണയിലാണ് കുഴച്ചെടുക്കുന്നത്. അപ്പം നമ്മുടെ മീനൊന്നും കരിഞ്ഞു പിടിക്കാതെ നല്ല രീതിയിൽ നമുക്ക് വറുത്ത് എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് പുളിക്കായിട്ട് ചേർത്ത് കൊടുക്കുന്ന നാരങ്ങാ നീരാണ്. അങ്ങനെ ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വറുക്കാൻ എടുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പുരട്ടി കുറച്ച് നേരം അടച്ച് മാറ്റി വെക്കാം. ഫ്രിഡ്ജിൻ്റെ അടിയിലത്ത് തട്ടി വെച്ചാലും മതി. പിന്നെ വറുക്കാറാകുമ്പോൾ എടുത്താൽ മതി. അപ്പോഴത്തേക്ക് അരപ്പൊക്കെ പിടിച്ച് നന്നായിട്ട് നമുക്ക് മീൻ കിട്ടും. പിന്നെ വറുക്കുമ്പോൾ തന്നെ നല്ല മണവും നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെ മീൻ വറുത്തെടുക്കുമ്പോൾ. അപ്പോൾ ചേരുവകൾ എന്തെന്നൊക്കെയാണെന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മസാലപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരല്പം ഗരം മസാലപ്പൊടി, പിന്നെ ചേർക്കുന്ന ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പില, നാരങ്ങാ നീര്. ഇത്രയാണ് നമ്മൾ ഇതിന് ചേർത്തിരിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്ത് അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് മീൻ വറുത്ത് നോക്കിയിട്ടുള്ളവർക്കറിയാം മീനിന് നല്ല ടേസ്റ്റും നല്ല മണവുമാണ് ഇങ്ങനെ മീൻ വറുത്തെടുക്കുമ്പോൾ. അപ്പം വെളിച്ചെണ്ണ കൊണ്ടാണ് നമ്മൾ ഈ മീനിൻ്റെ അരപ്പ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടിയിലോട്ട് അടുത്ത കറിക്കുള്ള സാധനങ്ങൾ റെഡിയാക്കിയെടുക്കാം. അതിനായി ആദ്യം തന്നെ ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് അതൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഉലുവയും നല്ല മുഴുവൻ കുരുമുളകും ഇട്ട് കൊടുക്കാം. അതായത് പൊടിയല്ലാത്ത കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, ചുമന്നുള്ളി, അതായത് ചെറുള്ളി ഇത്രയിട്ട് അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഉലുവയും കുരുമുളകും ഒന്ന് പൊട്ടിയതിന് ശേഷം വേണം ഇതിട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ കറി വെച്ചാൽ ഇതൊരു 4-5 ദിവസം ഇരുന്നാലും ഈ കറിക്കൊന്നും യാതൊരു കുഴപ്പമില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ രാവിലെയും വൈകിട്ട് ചൂടാക്കി എടുത്താൽ മതി. അങ്ങനെയാണ് നമ്മളിങ്ങനെയൊക്കെ കറി വെക്കുമ്പോൾ ആ കറി നമുക്ക് 2-3 ദിവസത്തേക്ക് എടുക്കാൻ പറ്റുന്നത്. അങ്ങനെ അതെല്ലാം ഒന്ന് വഴറ്റി അത് നന്നായിട്ടൊന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേനും നമുക്കിതിനകത്തോട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നന്നായിട്ട് മൂക്ക വറുത്തെടുക്കണം. നന്നായിട്ട് മൂക്ക വറുത്തെടുത്ത ശേഷം നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷമാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അങ്ങനെ ഇത് ചെറിയ തീയിലിട്ട് വേണം ഇത് മൂപ്പിച്ചെടുക്കാൻ. അല്ലെങ്കിൽ പൊടിയുടെയൊക്കെ പിന്നെ അടിക്ക് കയറി പിടിച്ച് അതിൻ്റെ ഒരു നല്ല മണം ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് പോവും. കരിഞ്ഞു പോയാൽ പിന്നെ കൊള്ളത്തില്ല. അപ്പോൾ അതിനായി നമ്മൾ ചെറു തീയിലിട്ട് ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കുക. വറുത്തെടുത്തതിന് ശേഷം നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് കുഴമ്പ് രൂപത്തിൽ അരിഞ്ഞ് കിട്ടും. അപ്പോൾ ആ അരപ്പ് നമ്മൾ അങ്ങനെ തന്നെ നമുക്ക് ചട്ടിയിലോട്ട് ചേർക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഈ പിന്നെ മൺചട്ടിയിലാണ് വെക്കുന്നത്. അപ്പം വേറെ മൺചട്ടി ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ വേറെ പാത്രങ്ങളിലാണ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പം എൻ്റെ കയ്യിൽ മൺചട്ടി ഉള്ളത് കൊണ്ടാണ് ഞാനിതൊക്കെ മൺചട്ടിയിൽ വെക്കുന്നത്. ഇതൊക്കെ നമ്മൾ ആ മൺപാത്രക്കടയിൽ നിന്ന് വാങ്ങിയ പുതിയ ചട്ടികളാണ്. അതെല്ലാം നമ്മൾ പഴക്കിയെടുത്ത് ചെയ്യുന്നതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും പുളിയും ചേർത്തതിന് ശേഷം പുളി നമ്മൾ
നമ്മുടെ വടക്കംപുളിയാണ് ചേർത്തിരിക്കുന്നത്, അതായത് കുടംപുളി. അപ്പോൾ ആ പുളി ഇഷ്ടമില്ലാത്തവർക്ക് വാളംപുളി വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അത് എല്ലാ കറിക്കും വടക്കംപുളി ഇഷ്ടമില്ലാത്തവർക്ക് വാളംപുളി വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഒരു പാത്രത്തിലേക്ക് നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് മീൻ വറുക്കാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ കറി ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ ഏട്ടമീനാണ് ഇതിനകത്തോട്ട് കൂടുതലായിട്ട് ചേർത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് നമ്മൾ കാളാഞ്ചി മീനും കൂടെ ചേർക്കുന്നുണ്ട്. അങ്ങനെ അങ്ങനെയാണ് ഈ കറി തയ്യാറാക്കിയത്. എല്ലാം അരപ്പൊക്കെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ചട്ടിയൊക്കെ നിറഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ തീ കുറച്ചിട്ടാണ് ഇതൊക്കെ വേവിച്ചെടുത്തത്. പിന്നെ നമ്മൾ തയ്യാറാക്കുന്നത് പിന്നെ എൻ്റെ ഉമ്മ ആണ് തയ്യാറാക്കുന്നത്. ഉമ്മയുടെ സ്വതസിദ്ധമായ കുറച്ച് അച്ചാറുകളാണ് തയ്യാറാക്കിയത്. മാങ്ങയും നാരങ്ങയും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അമ്മമാർ അച്ചാറിട്ട് തരുമ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയല്ലേ. അപ്പോൾ ആ രീതിയിലാണ് അമ്മ അച്ചാറിട്ട് തന്നത്. അപ്പം അത് നല്ല ടേസ്റ്റുള്ള മാങ്ങ അച്ചാറും നാരങ്ങ അച്ചാറുമായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഉമ്മയുടെ ആ സ്പെഷ്യൽ കൂട്ടൊക്കെ ഞാൻ അന്നേരം പറഞ്ഞു തരാം. അപ്പം നാരങ്ങയാണെങ്കിൽ ഒട്ടും കയ്പില്ലാത്ത രീതിയിലാണ് എൻ്റെ ഉമ്മ നാരങ്ങ അച്ചാർ ഇടുന്നത്. അങ്ങനെ 2 കിലോ നാരങ്ങ വീതം എൻ്റെ മോക്കും അച്ചാറിട്ട് കൊടുത്ത് എനിക്കും ബാംഗ്ലൂരിലേക്ക് കൊണ്ടുവരാൻ എൻ്റെ ഉമ്മ ഇട്ട് തന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.